ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തകർന്ന് കോൺഗ്രസ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം. 3 പ്രതികൾ പിടിയിലായി. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 57 ഗ്രാം MDMAയുമായി 2 യുവതികളടക്കം 5 പേരെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം. 200ഓളം സീറ്റുകൾ നേടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും ഭരണത്തിലേക്ക് കുതിച്ചെത്തിയത്. നിയമസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പോസ്റ്റൽ വോട്ടിൽ തുടങ്ങിയ മുന്നേറ്റം വോട്ടെണ്ണലിലുടനീളം കാത്തുസൂക്ഷിച്ചാണ് NDA അധികാരത്തിലെത്തുന്നത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയാതെ RJDയും കോൺഗ്രസും നേതൃത്വം നൽകിയ മഹാസഖ്യം തകർന്നടിഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചത്ത മാനുകളെ സംസ്കരിച്ചതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ പരാതിയിലാണ് നടപടി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യമൃഗങ്ങളുടെയോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കണമെന്നാണ് നിയമം. എന്നാൽ സുവോളജിക്കൽ പാർക്കിൽ ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ ചത്ത മാനിന്റെ ജഡങ്ങൾ തിരക്കിട്ട് രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നുവെന്ന് ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേസ് ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സുവോളജിക്കൽ പാർക്കിലെ 10 പുള്ളിമാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം. നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായാണ് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത്. വർണ്ണോത്സവം എന്ന പേരിൽ നടന്ന പരിപാടി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. CMS സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ബാൻഡ് വാദ്യ സംഘങ്ങൾ, ടാബ്ലോ തുടങ്ങിയവ അണിനിരന്നു. കുട്ടികളുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത പാർവതി ദിനേശ് നായർ റാലിക്ക് നേതൃത്വം നൽകി. റാലി ടൗൺ ഹാളിൽ സമാപിച്ച ശേഷം നടന്ന ആഘോഷ പരിപാടി കുട്ടികളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെറൂഷ ഷിബു അധ്യക്ഷത വഹിച്ചു. ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു.
TCV ന്യൂസ് തൃശൂർ. ശിശുദിനത്തിൽ കളക്ടറേറ്റ് ഇളക്കിമറിച്ച് കുട്ടിപ്പട്ടാളം. ചാവക്കാട് പൊന്നയൂർ പഞ്ചായത്തിലെ 36 നമ്പർ അങ്കണവാടിയിലെ കുട്ടിപ്പടയാണ് കളക്ടറേറ്റ് കൈയടക്കി വാണത്. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും 20ഓളം വരുന്ന കുട്ടികൾ കളക്ടറേറ്റിലെ താരങ്ങളായി മാറി. ജില്ലാ കളക്ടറുടെ മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ഭാഗമായാണ് ശിശുദിനത്തിൽ കുട്ടികളുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒത്തുകൂടിയത്. കളക്ടറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞും അടുത്തിരുന്നും കൂട്ടുകാരായി കുട്ടികൾ മാറി. ചിലർ മടിയിൽ കയറിയിരുന്നു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ കുട്ടികളെ ചോക്ലേറ്റ് നൽകി സ്വീകരിച്ചു. പോകുമ്പോൾ സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ കളക്ടർ യാത്രയാക്കിയത്. അങ്കണവാടിയിലെ 19 കുട്ടികളും അധ്യാപിക ഗീതാദേവിയും ഹെൽപ്പർ PM ധന്യയും കുട്ടികളുടെ രക്ഷകർത്താക്കളുമായാണ് എത്തിയത്. കഴിഞ്ഞ തവണ ശിശുദിനത്തിന് തെക്കുംകര പഞ്ചായത്തിലെ മങ്കര, കരുമത്ര അങ്കണവാടിയിലെ കുട്ടികൾ കളക്ടറോട് കൂട്ടുകൂടാനെത്തിയിരുന്നു. TCV ന്യൂസ് തൃശൂർ. ശിശുദിനത്തിൽ കൊത്തിയെടുത്ത വർണ്ണക്കല്ലുകളാൽ ചാച്ചാജിയുടെ രൂപം തീർത്ത് ചിറ്റിരപ്പള്ളി IAS സ്കൂൾ. കുട്ടികളുടെ പേരുകൾ ക്ലാസ് ടീച്ചേഴ്സ് വെള്ളാരം കല്ലുകളിൽ എഴുതി അത് കൊത്തിയെടുത്ത് നെഹ്റുവിന്റെ മുഖചിത്രം ഒരുക്കിയത്. IASലെ മാനേജ്മെന്റ് അംഗം ജോയിന്റ് സെക്രട്ടറി C ജിനി, കോർഡിനേറ്റർ ഐശ്വര്യ സജി, ആർട്ട് അധ്യാപകൻ KO ജോഷി, പ്രിൻസിപ്പാൾ ബിൻസി, സീനിയർ വൈസ് പ്രിൻസിപ്പാൾ SN ബീന എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് സമർപ്പിക്കുന്നതാണ് ഇത്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുൻ, ഇടുക്കി സ്വദേശി ബോബി ഫിലിപ്പ്, ആലുവ സ്വദേശി ഗ്ലിവിൻ ജെയിംസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട DYSP CL ഷാജു, അന്തിക്കാട് SHO കേഴ്മൻ V മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കവർച്ച നടന്നത്. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. യുവതികളടക്കം 5 പേരെ റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശിനികളായ വിദ്യ, ശാലിനി, കയ്പമംഗലം സ്വദേശികളായ വൈപ്പിൻകാട്ട് ഷിനോജ്, ആനക്കൂട്ട് വീട്ടിൽ അജ്മൽ, കടവിൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. യുവതികളാണ് KSRTC ബസ്സിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത്. ഇത് വാങ്ങാനെത്തിയപ്പോഴാണ് യുവാക്കളും പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സിലെത്തിയ യുവതികളുടെ ബാഗ് പരിശോധിച്ചത്. ബാംഗ്ലൂരിൽ നിന്നാണ് യുവതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി
ഗുരുവായൂരിൽ എത്തുക. ശബരിമല ദർശനത്തിന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒട്ടുമിക്ക ഭക്തരും ഗുരുവായൂർ ക്ഷേത്രത്തിലുമെത്തും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണം പ്രത്യേകതയാണ്. 3 ആന, കോലം എന്നിവയോടെയാണ് എഴുന്നള്ളിപ്പ്. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങൾ അകമ്പടിയാകും. ഇത് മണ്ഡലകാല ശിവേലിയുടെ മാത്രം പ്രത്യേകതയാണ്. മണ്ഡലം 1 മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാഭിഷേകമുണ്ടാകും. പ്രത്യേക കൂട്ടുകളോടെ തയ്യാറാക്കിയ പഞ്ചഗവ്യം പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയ ശേഷം ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യും. തന്ത്രിയാണ് ആദ്യ ദിവസം പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും നിർവഹിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം ഓദിക്കന്മാരാണ് ഉച്ചപൂജ നടത്തുക. മണ്ഡലം 41 ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം. TCV ന്യൂസ്, ഗുരുവായൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ആരംഭിച്ചു. 21 വരെ പത്രികകൾ സമർപ്പിക്കാം. പൊതു അവധി ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 3 വരെയാണ് സമയം. വരണാധികാരിക്കോ ഉപവരണാധികാരിക്കോ പത്രിക നൽകാം. ജില്ലയിൽ 118 വരണാധികാരികളെയും 121 ഉപവരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഇവരുടെ വിവരശേഖരണം പൂർത്തിയായി. ഉദ്യോഗസ്ഥരുടെ പരിശീലനം 25 മുതൽ 28 വരെയുള്ള തീയതികളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. 24-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വോട്ടെടുപ്പ് ഡിസംബർ 11-നും വോട്ടെണ്ണൽ 13-നുമാണ്. 86 പഞ്ചായത്തുകൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് ജില്ലയിൽ വിധിയെഴുത്ത്. ജില്ലയിൽ 27.36 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 27 പേർ ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 28 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ 26 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ ചെപ്പല്ലന്റെ പേരില്ല. ജില്ലാ പഞ്ചായത്തിലെ 5 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചു. കല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ 82 വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കല്ലൂർ കരുവാൻകുന്നിലായിരുന്നു അപകടം. നടന്നു പോവുകയായിരുന്ന രാമൻകുട്ടിയെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ആനക്കുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന മുരിയാട് സ്വദേശിനി പുല്ലോക്കാരൻ വീട്ടിൽ ബിബി, ഓട്ടോ ഡ്രൈവർ ഇരിങ്ങാലക്കുട ആസാദ് റോഡ് സ്വദേശി ചെമ്പോത്ത് വീട്ടിൽ അബ്ദുൽ സലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണിക്കര ഭാഗത്തുനിന്നും വന്നിരുന്ന കാറും എതിരെ വന്നിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ മറിഞ്ഞു. മനസ്സിലെ നന്മകളെ കണ്ടെത്താനും കാമക്രോധങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ശക്തിയാണ് ഭക്തിയെന്ന് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകൻ VT മുരളി ചെമ്പൈ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കലാകാരന്മാരായ ഡോക്ടർ മാലിനി ഹരിഹരൻ, ഗുരുവായൂർ മുരളി, ഗുരുവായൂർ നാരായണൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത സെമിനാറും അഭിഷേക് രഘുറാമിന്റെ സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. ഷോളയാർ ഡാമിന്റെ റിസർവോയറിന് സമീപം പുഴ നീന്തി കടക്കുന്നതിനിടെ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ 52 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. അപകടം നടക്കുമ്പോൾ പുഴക്കരയിൽ ശിവന്റെ മകൻ ശിവദാസൻ നിൽപ്പുണ്ടായിരുന്നു. ഡാമിന്റെ മറുകരയിലുള്ള ഇടമക്കുടി ഊരിൽ താമസിക്കുന്ന ശിവദാസന്റെ വീട്ടിൽ പോയ ശേഷം തിരിച്ചുവരികയായിരുന്നു അപകടം. നീന്തുന്നതിനിടെ അവശനിലയിലായ ഇയാൾ മുങ്ങിത്താഴ്ന്നു. പിന്നീട് ശിവദാസൻ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും അഗ്നിശമന സേനാ വിഭാഗവും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിന്റെ ആഴത്തിൽ നിന്നും അജയനെ കൈപ്പിടിച്ചുയർത്തി നല്ല അയൽക്കാരിയായ ചിത്ര മധു. അച്ഛനെ ജീവിതത്തിലേക്ക് തൊട്ടു വിളിച്ച് അമൃതലക്ഷ്മി. സാമൂഹ്യപ്രവർത്തകനായ കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്വദേശി കൊട്ടേക്കാട്ട് അജയൻ മരണത്തിലേക്ക് ഊളിയിട്ട നിമിഷത്തിൽ ഭാഗ്യം 2 യുവതികളുടെ രൂപത്തിലാണ് വന്നെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തന്റെ പുരയിടത്തിലുള്ള കുളത്തിൽ കാൽ വഴുതി വീണ് ബോധരഹിതനായ അജയനെ കണ്ടെത്തിയത് അയൽവാസിയായ ചിത്ര മധുവാണ്.
ഒരു നിമിഷം പോലും പാഴാക്കാതെ ചിത്ര കുളത്തിൽ ചാടി അജയനെ കരയിലെത്തിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അജയന്റെ മകളും ഫിസിയോതെറാപ്പിസ്റ്റുമായ അമൃതലക്ഷ്മി ഉടൻ തന്നെ CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലെത്തിച്ചു. കുളത്തിലേക്ക് ഇറങ്ങിയതാണ്. കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയല്ല, സ്കെഡ് അങ്ങോട്ട് ചെയ്തു. പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ കുട്ടി ചിത്ര മധു. അപ്പോൾ ആളിവിടെ എന്നായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ പേസ്റ്റും കൊണ്ട് പോരുന്നത്. അപ്പോൾ ആള് എന്നെ കാണാണ്ടായപ്പോൾ ഒരു സംശയം പുള്ളിയുടെ മനസ്സിലെന്തോ തോന്നി. ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നോക്കുമ്പോഴാണ് ബക്കറ്റ് കിടക്കുന്നത്. ഇയാളെ കാണില്ല, അയച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ഇങ്ങനെ കമ്മന്ന് എടുക്കണതാണ് കണ്ടത്. തല മാത്രമേ മുന്തിക്കുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എവിടെന്നാ ശക്തി കിട്ടിയെന്ന് തന്നെ അറിയില്ല. പൊക്കി അങ്ങോട്ട് നേരെ ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്ത് പ്രസ് ചെയ്തു. ആകെ പേടി. അപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് പൊക്കി കുട്ടി CPR കൊടുത്തു. ചെസ്റ്റിലും CPR കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാർഡിയാക് അറസ്റ്റ് എന്നാണ് വിചാരിച്ചത്. ഞാൻ വെള്ളത്തിൽ ഡ്രൗൺ ചെയ്തിരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് CPR കൊടുക്കുന്നത്. പക്ഷേ അത് കൊടുത്തപ്പോൾ ചെസ്റ്റിൽ നിന്ന് വെള്ളം ഇവിടേക്ക് വന്നിട്ടൊരു ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് വെള്ളവും കഫവും എയറും കൂടെ ഉള്ളൊരു വലിയ വോയിസ് നമുക്ക് പുറത്തേക്ക് വന്നു. പിന്നെ പൾസ് കിട്ടുന്നുള്ളത് മനസ്സിലായി. കാറിൽ വെച്ചും ഞാൻ ചെസ്റ്റ് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോഡലിലേക്ക് എത്തിയപ്പോഴേക്കും ആള് ഓറിയന്റഡ് ആയി. മകൾ അമൃതലക്ഷ്മിയുടെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അജയൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒരു നിമിഷം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി മടങ്ങി വന്നതിന്റെ ഞെട്ടലിലും ജീവിതം തിരികെ നൽകിയ അയൽക്കാരിയോടും മകളോടും നന്ദി പറയുകയാണ് അജയൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 2 പേരിൽ നിന്ന് 7.9 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ 3 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശി ധനേഷ്, പറവൂർ സ്വദേശി സിനി ആന്റണി, കോൾക്കുന്ന് സ്വദേശി ബിനീഷ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കോൾക്കുന്ന് സ്വദേശി ആകാശ്, അഷ്ടമിച്ചിറ സ്വദേശി ആതിര എന്നിവരുടെ പരാതിയിലാണ് നടപടി. ബസ്സിനുള്ളിൽ യാത്രക്കാരിയുടെ ദേഹത്ത് ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ച കേസിൽ കണ്ടക്ടറുടെ ജാമ്യാപേക്ഷ തള്ളി. മങ്ങാട് തിച്ചൂർ സ്വദേശി അനൂപി കൃഷ്ണയുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കഴിഞ്ഞ മാസം 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി ക്രിമിനൽ കേസുപ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി പൗണ്ട് കലവറക്കുന്ന് സ്വദേശി മുല്ലവീട്ടിൽ സുമനയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI PD ധനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 വർഷം തടവും 2,55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴവിൽ കുറുമ്പിലാവ് സ്വദേശി തോട്ടിയാൻ വീട്ടിൽ ജോമിയാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ K സൂരജ്, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. കവിയും വിവർത്തകനുമായിരുന്ന തിരുനെല്ലൂർ കരുണാകരന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. അക്കാദമി ഹാളിൽ നടന്ന സെമിനാർ കവി പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SS ശ്രീകുമാർ, ഗിരീഷ് പുലിയൂർ, ഷീജ വക്കം എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, പബ്ലിക്കേഷൻസ് ഓഫീസർ NG നയൻതാര എന്നിവർ പങ്കെടുത്തു. ഈ ഭാരതത്തിനും കൃതികൾ കൂടി വാങ്ങി വായിക്കുന്ന തരത്തിലേക്ക്. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ രാജൻ യാത്രയായത്.
ഗുരുവായൂർ പാൽവായി സെന്റ് ആന്റണീസ് UP സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്കംകണ്ടം സ്വദേശി മാടാനി വീട്ടിൽ 55 വയസ്സുള്ള രാജനാണ് മരിച്ചത്. രാവിലെ 9:30 കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കാർഗിൽ നഗറിനടുത്ത് വെച്ചാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ് റോഡരികിൽ ഒതുക്കി നിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തി. ഉടൻ ബസ്സിൽ തളർന്നു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ രാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കളില്ലാത്തതിനാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് രാജൻ വിദ്യാർത്ഥികളെ നോക്കിയിരുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ദിവസവും മിഠായിയും ഐസ്ക്രീമും വാങ്ങി നൽകിയിരുന്ന ഡ്രൈവർ മാമനെ അവസാനമായി കാണാൻ വിദ്യാർത്ഥികളും എത്തി. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ അന്ത്യചുംബനം കണ്ടു നിന്നവർക്കും തീരാ നൊമ്പരമായി. TCV ഗുരുവായൂർ. ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലികയുടെ കവിതകളുടെ സംസ്കൃത ഭാഷയിലേക്കുള്ള വിവർത്തനം പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ C. രാവുണ്ണി, ഡോക്ടർ ശ്രീലത വർമ്മ, വിഷ്ണുനാഥ്, കാവ്യ സംഗീത ഡോക്ടർ രേഷ്മ രാമചന്ദ്രൻ, സോയ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിന്റെ വലപ്പാട് ശാഖയുടെ 5ാം വാർഷികവും മാപ്രാണം ശാഖയുടെ 4ാം വാർഷികവും ആഘോഷിച്ചു. വലപ്പാട് ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സീനിയർ AGM സോമരാജ് പണിക്കർ, AGM കൃഷ്ണ കലേഷ്, ഡയറക്ടർമാരായ കാർത്തികേയൻ, അനുരാജ് രത്നാകരൻ, PC സുജിത്ത് എന്നിവർ സംസാരിച്ചു. IR പ്രസന്നൻ, ജോർജ്, ഭാസ്കരൻ എന്നിവർ ചേർന്ന് വാർഷികാഘോഷ കേക്ക് മുറിച്ചു. ഉപഭോക്താക്കളും വാർഷികാഘോഷത്തിൽ പങ്കാളികളായി. ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ മാപ്രാണം ശാഖയുടെ 4ാം വാർഷികവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാപ്രാണം സെന്ററിലുള്ള സെന്റ് ആന്റണീസ് കോംപ്ലക്സിലെ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രഷർ ട്രീയുടെ പ്രധാന ഉപഭോക്താക്കളായ PR മോഹനൻ, TP ലോനപ്പൻ, TS ഹുസൈൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രഷർ ട്രീയുടെ സീനിയർ AGM സോമരാജ് പണിക്കർ, AGM കൃഷ്ണ കലേഷ്, കമ്പനി ഡയറക്ടർമാരായ AR അനുരാജ്, PC സുജിത്ത്, സെയിൽസ് ഹെഡ് ദിവ്യ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ചിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വഴിയോര കച്ചവടക്കാർക്ക് കുടകളും വിതരണം ചെയ്തു. എല്ലാ സേവനങ്ങൾക്കും 1800-8899-882 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,720 രൂപ, പവന് 93,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം, BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി, തകർന്ന് കോൺഗ്രസ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം, തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം, 3 പ്രതികൾ പിടിയിലായി. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, 57 ഗ്രാം MDMAയുമായി 2 യുവതികളടക്കം 5 പേരെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവും. ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.